കല്യാണമ്മേ, കല്യാണമ്മേ. എന്താ സാറേ? ശ്രീമോൾ അപ്പുറത്തുണ്ടോ? ഇങ്ങോട്ട് വന്നില്ല. എന്നാ കുഞ്ഞിന്റെ അടുത്ത് കാണും. അവിടെ ഇല്ലല്ലോ. പിന്നെ അവൾ എവിടെ പോയി? ശ്രീമോളെ, കുഞ്ഞിങ്ങോട്ട് വന്ന ശീലേ? ഇവിടെ വന്നില്ല. ഇന്നലെ അവൻ നമ്മുടെ കൂടെ കിടന്നല്ലേ ഉറങ്ങിയത്. അയ്യോ, പിന്നെ എന്റെ മോൾ എവിടെ പോയി? അയ്യോ, കുഞ്ഞ് ദേ കിടക്കുന്നു. മോൾ എപ്പോഴാ ഇവിടെ വന്ന് കിടന്നത്? രാത്രിയില്. എന്തിനാ കട്ടിലടി കയറി കിടന്നത്? എനിക്ക് മമ്മിയുടെ അടുത്ത് കിടക്കണമെന്ന് തോന്നി. കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് കട്ടിലെ കയറി കിടന്ന ഡാഡി വഴക്ക് പറയില്ലേ, അതുകൊണ്ട് മമ്മി ഉറങ്ങിയപ്പോ ഞാൻ കട്ടിലിന്റെ അടി കയറി കിടന്നു. എഴുതിയോ? എഴുതി. അടുത്ത ചോദ്യം എന്താ? Why do you like your father and mother? എന്തുകൊണ്ടാ ഫാദറിനെയും മദറിനെയും ഇഷ്ടപ്പെടുന്നത്? സ്നേഹമുള്ളത് കൊണ്ട്. കറക്റ്റ്. എഴുതിക്കോ. I like my father and mother because they love me very much. ഓളെ വാ, വെള്ളം ചൂടായി കുളിക്കാം. എന്നെ മമ്മി കുളിപ്പിച്ചാൽ മതി. മമ്മിയുടെ ഈ കുഞ്ഞുവാവ ഇരിക്കുന്നുണ്ടല്ലേ. എന്നെ മമ്മി കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? മമ്മി കുഞ്ഞിന് പാല് കൊടുക്കല്ലേ. മമ്മി എന്നെ ഒന്ന് കുളിപ്പിച്ചിട്ട് എത്ര ദിവസമായി? കുഞ്ഞുവാവ വലുതാകുന്നത് വരെ കല്യാണി അമ്മ കുളിപ്പിക്കാം. വാ. വേണ്ട എന്ന് പറഞ്ഞില്ലേ? വാ കുഞ്ഞേ. വേണ്ട. ഇങ്ങോട്ട് വാ കുഞ്ഞേ. കുഞ്ഞെ ഞാൻ കുളിപ്പിക്കാന്ന്. വാ. കുഞ്ഞെ ഞാൻ കുളിപ്പിക്കാന്ന്. വാ കുഞ്ഞെ. കുഞ്ഞെ വാ. എന്റെ കുഞ്ഞെ അതിന് വെറ്റ് പൊട്ടിയല്ലോ. ഈ കൊച്ചിനെ തുടങ്ങി എന്ത് ചെയ്യും? ഇതിനൊന്ന് പിടിച്ച കല്യാണമേ. ശ്രീമോളെ, എന്താ ചെയ്ത്? മേലല്ലെങ്കിൽ ചെയ്യോ? ചെയ്യുമെന്ന്. മമ്മി എന്നെ തല്ലിയില്ലേ? ഞാൻ ഡാഡിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. ശ്രീമോളെ, മോളെ, ശ്രീമോളെ, ശ്രീമോളെ, പോകരുത്. മോളെ, ശ്രീമോളെ, മോളെ, എന്താ മോളെ? മമ്മി എന്നെ തല്ലി. തല്ലിയോ? എന്തിനു? എന്താ? എന്തുണ്ടായി? കല്യാണിമ്മ കുളിക്കാൻ വിളിച്ചപ്പോ അവള് ചെന്നില്ല. നിർബന്ധിച്ച് വിളിച്ചപ്പോ അവളെ കയ്യിൽ നിന്ന് സ്ലേറ്റ് വലിച്ചെറിഞ്ഞു. സ്ലേറ്റ് കുഞ്ഞിന്റെ തലയെ കൊണ്ടു. തല പൊട്ടി. എന്നിട്ട് ഞാൻ സ്കെയിൽ വെച്ച് 2 അടി കൊടുത്തു. അതിനവൾ ഡാഡിയോട് പറയുമെന്ന് പറഞ്ഞു ഓടിപ്പോന്നതാ. ആഹാ, നിനക്ക് അടി കൊള്ളാത്തന്റെ കുറവാ. അയ്യോ, അവളെ തല്ലല്ലേ. അവള് പേടിച്ചോടി പോന്നതാ. ഇനി അവളെ പേടിപ്പിക്കല്ലേ മോളെ. മോളെ
ഷോക്കിന് ശേഷം എന്റെ ഷീല സംസാരിച്ചിട്ടില്ല. കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല, കാണിക്കാത്ത ഡോക്ടേഴ്സില്ല. ക്യാപ്സ്യൂൾസ്, ഇഞ്ചക്ഷൻ, ഷോക്ക് ട്രീറ്റ്മെന്റ് ഇവ കൊണ്ടൊന്നും ഷീലയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ശ്രീമോളുടെ മരണത്തിന് ശേഷം രണ്ടാമത്തെ കുട്ടി അവളാണ് പുറത്ത് പഠിക്കുന്നത്. ഡോക്ടർ എന്റെ ആദ്യത്തെ മകളെയും രണ്ടാമത്തെ മകളെയും കണ്ട തിരിച്ചറിയുകയില്ല. അത്ഭുതകരമായ രൂപസാദൃശ്യമാണ് ഈശ്വരൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവളെ തിരിച്ചറിയാൻ പോലും എന്റെ ഷീലയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ വിളിക്കൂ. ഡോക്ടർ വേഗം അടുത്തേക്ക് വരാൻ പറഞ്ഞു.